നമസ്കാരം. അധികാരം കിട്ടിയ മഷിയുണരും മുൻപേ ബന്ധുനിയമന വിവാദത്തിൽ നാണം കെട്ട് ഒടുവിൽ തടിയൂരി കോൺഗ്രസ് മന്ത്രിയും UDF സർക്കാരും. സ്വന്തം സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച മന്ത്രി സണ്ണി ജോസഫാണ് ഒടുവിൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ നിയമനം റദ്ദാക്കി തലയൂരിയത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി സർക്കാരിന്റെ ബന്ധുനിയമനങ്ങൾക്കെതിരെ സദാചാര പ്രസംഗം നടത്തിയ കോൺഗ്രസിന് സ്വന്തം മന്ത്രി തന്നെ തുടക്കത്തിലേ ഇങ്ങനെ പണിതത് വലിയ കല്ലുകടിയായി മാറിയിരുന്നു. ന്യായീകരിക്കാൻ പരമാവധി നോക്കിയെങ്കിലും കളി കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സണ്ണിയെ കൊണ്ട് തീരുമാനം തിരുത്തിച്ചത്. പഴയ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് PK ശ്രീമതിയുടെയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് EP ജയരാജൻ, KT ജലീൽ എന്നിവരുടെയും ബന്ധുനിയമനങ്ങൾക്കെതിരെ നിയമസഭയിലും പുറത്തും വാളോങ്ങി നിന്നവരാണ് കോൺഗ്രസുകാർ. അന്ന് ജയരാജന് മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്നത് കോൺഗ്രസ് ഉയർത്തിയ വലിയ ധാർമ്മിക ചോദ്യങ്ങൾ മൂലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ സ്വന്തം അളിയന് തന്നെ കോൺഗ്രസ് മന്ത്രി കസേരയിട്ടു നൽകിയ വാർത്ത പുറത്തുവന്നതോടെ CPM ഇത് കൃത്യമായ ആയുധമാക്കി മാറ്റി. അക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കി CPM സൈബർ വിങ്ങുകൾ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ എയറിലാക്കുകയായിരുന്നു. വിവാദം കത്തിപ്പടർന്നിട്ടും മന്ത്രി സണ്ണി ജോസഫിനെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ രംഗത്തിറങ്ങിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യായീകരിക്കാൻ പോയാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തുടക്കത്തിലെ ബാധിക്കുമെന്നായിരുന്നു മുതിർന്ന നേതാക്കളുടെ നിലപാട്. ഇതിനിടയിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമന ഉത്തരവുകൾ ലഭ്യമാക്കിയിരുന്ന പൊതുഭരണ വകുപ്പിന്റെ വെബ്സൈറ്റ് പെട്ടെന്ന് ഡൗൺ ആയതും വലിയ വിവാദമായി. അളിയന്റെ നിയമനം ഒളിച്ചുവെക്കാൻ സർക്കാർ വെബ്സൈറ്റ് പൂട്ടിയിട്ടുവെന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ബെന്നി തോമസിന്റെ രാഷ്ട്രീയ പരിചയമാണ് യോഗ്യത എന്ന് പറഞ്ഞ് സണ്ണി ജോസഫ് പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇയാൾക്ക് തിരിച്ചടിയായി. മുഖ്യമന്ത്രി നിർണയ ചർച്ചകളിൽ KC വേണുഗോപാലിനെ പരസ്യമായി പിന്തുണച്ച ആളാണ് സണ്ണി ജോസഫ്. മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഗ്രൂപ്പ് ചായ്വ് കാരണം അവസാന നിമിഷം റവന്യൂ കൈവിട്ടു പോവുകയും ഇയാൾ വലിയ അതൃപ്തിയിലാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലൂടെ സണ്ണി സ്വന്തം കാലിൽ തന്നെ കോടാലി വെച്ചത്. എന്തായാലും നാണക്കേട് കടുക്കുമെന്ന് കണ്ടതോടെ അളിയനെ ഒഴിവാക്കി കോൺഗ്രസ് തടിയൂരി. അനധികൃത നിയമനങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എന്ന പേരിൽ സാമൂഹിക മാധ്യമക്കുറിപ്പിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ മന്ത്രിക്കെതിരെയുള്ള കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. 30 വർഷത്തിനിടെ ബന്ധുക്കളായ 10 പേർക്ക് പല രീതിയിലുള്ള നിയമനം നൽകിയതിന്റെ പട്ടിക നിരത്തിയായിരുന്നു കുറിപ്പ്. ഇതിൽ മന്ത്രിയുടെ മകൾക്ക് റാങ്ക് പട്ടിക അട്ടിമറിച്ചാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നൽകിയത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും സഹോദരി ഭർത്താവ് ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നത് എന്നാലും കോൺഗ്രസ് നേതൃത്വത്തിനും ക്ഷീണമായി. ബന്ധുനിയമനം വിവാദമായപ്പോൾ അതിനെ പ്രതിരോധിച്ചത് കണ്ണൂർ DCC നേതൃത്വമായിരുന്നു. DCC നിർദ്ദേശപ്രകാരമാണ് ബെന്നി തോമസിനെ നിയമിച്ചതെന്നും വിവാദങ്ങളിൽ കഴമ്പില്ലെന്നുമായിരുന്നു പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നിലപാട്. DCC നിർദ്ദേശപ്രകാരമാണ് സഹോദരി ഭർത്താവിനെ നിയമിച്ചതെന്ന് സണ്ണി ജോസഫും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് 30 വർഷത്തിനിടെ സണ്ണി ജോസഫിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 10 പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചിട്ടുണ്ടെന്നും ഇവയെല്ലാം പിൻവാതിൽ നിയമനങ്ങളാണെന്നുമുള്ള പ്രചരണം CPM നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത്. തൊട്ടു പിന്നാലെയാണ് ബെന്നി തോമസ് രാജിവെച്ചത്. KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് കോൺഗ്രസിലും എതിർപ്പിടയാക്കിയിരുന്നു. DCC ജനറൽ സെക്രട്ടറി കൂടിയായ ബെന്നി തോമസിന്റെ യോഗ്യതയിൽ സംശയമുണ്ടായില്ലെങ്കിലും നിയമനത്തിൽ ധാർമ്മികതയില്ലെന്നായിരുന്നു വിമർശനം.